അപ്പോൾ നമ്മൾ നോക്കാൻ പോകുന്നത് ഡീമൺ സ്ലെയറിൻ്റെ ഇൻഫിനിറ്റി കാസിൽ ആർക്കിൻ്റെ എപ്പിസോഡ് 2 ആയിട്ടാണ്. ഇത് എപ്പിസോഡ് 2 എന്ന് പറഞ്ഞാൽ ഞാനിത് പാർട്ടാണ് ചെയ്യുക. അതാണ് എപ്പിസോഡ് 2. കഴിഞ്ഞ പാർട്ടിൽ നമ്മുടെ ഷിനോബ് നമ്മുടെ ഡോമേനെ കാണുന്നത് പോലെ കാണിച്ചിട്ടുണ്ടോ, അതുവരെയാണ് എപ്പിസോഡ് അവസാനിച്ചത്. അതിൻ്റെ ബാക്കിയാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് വേഗം തന്നെ കഥയിലേക്ക് പോകാം. എപ്പിസോഡിൻ്റെ ഓപ്പണിംഗ് സീനിൽ തന്നെ കാണിക്കുന്നത് ഷിനോബുവിൻ്റെ ഒരു ഫ്ലാഷ് ബാക്കാണ്. ഷിനോബുവിനെ ആരോ പിടിച്ച് കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അത് വേറെ ആരുമല്ല, അവളുടെ എൽഡർ സിസ്റ്റർ ആയിട്ടുള്ള കാനയായിരുന്നു. ഷിനോബു, നീ ഈ ഡീമൺ ഹണ്ട് നിർത്തിയേക്ക്, നമുക്കിത് പറ്റില്ല. ഞാനൊരു സ്ത്രീയാണ്. എനിക്ക് എൻ്റെ ലൈഫ് പോലും മര്യാദയ്ക്ക് ജീവിച്ചു തീർക്കാൻ പറ്റിയില്ല ഈ ഡീമൺ ഹണ്ട് കാരണം. എനിക്കൊരു കുടുംബം വേണം, എനിക്കൊരു കുട്ടികൾ വേണം. അതൊന്നും എനിക്ക് ഇവിടുന്ന് സാധിച്ചു തീർക്കാൻ പറ്റിയില്ല. നീ ഈ ഡീമൺ സ്ലെയർ കോപ്സ് വിടണം, എന്നിട്ട് നല്ല രീതിയിൽ തന്നെ നിന്റെ ലൈഫ് ആസ്വദിച്ച് തീർക്കണം, അല്ലാതെ ആരുടെ അടിമകളായി നിൽക്കരുത് എന്ന് പറയാണ്. ഇത് കേട്ടത് ഷിനോബു പറയാണ്, നിർത്ത്, ഞാൻ നിന്നെ ഉറപ്പായിട്ടും നിന്നെ രക്ഷിക്കും. നിന്നെ ഈ സ്ഥിതിയിലാക്കി ആ ഡീമനെ ഞാൻ ഉറപ്പായിട്ടും കൊല്ലും. നീ പറ, നീ ആ ഡീമൻ്റെ പേര് പറ, ഞാൻ ഉറപ്പായിട്ടും അവനെ കൊല്ലും. നീ പറ, എനിക്കിത് സഹിക്കാൻ പറ്റുന്നില്ല, റിവെഞ്ച് എടുക്കുമെന്ന് പറയാം. ഇത് കേട്ടതും കാനെ കണ്ണടച്ചുകൊണ്ട് മരിക്കാനുള്ള സ്ഥിതിയിൽ തന്നെയുള്ള പറയുകയാണ്. ആ ഡീമൻ്റെ തലയിൽ ബ്ലഡ് സെൽസ് ഉണ്ടായിരുന്നു. ആ ഡീമനെ ഞാൻ ഇതുവരെ നേരിട്ട് കണ്ടിട്ടില്ല. ആദ്യമായിട്ടാണ് ഞാൻ ആ ഡീമനെ കാണുന്നത്. അങ്ങനെ കാനെ ഷിനോബിൻ്റെ മടിയിൽ വെച്ച് തന്നെ മരിക്കുകയാണ്. അങ്ങനെ കഥ കഴിഞ്ഞ് പ്രസൻറ്റ് സീൻ കാണിക്കുകയാണ്. ഇവിടെ ഷിനോബു ഡോമേൻ്റെ മുന്നിൽ നിൽക്കുകയാണ്. ഷിനോബിനെ കണ്ടതും ഡോമ പറയാണ്, ഹലോ ഗേൾ, വെൽക്കം ബാക്ക്. ഹലോ, നിനക്ക് സുഖമാണോ? എനിക്കിന്ന് ചാകരയാണെന്നാണ് തോന്നുന്നത്. ഞാനിന്ന് വളരെയധികം സന്തോഷവാനാണ് എന്നൊക്കെ പറയാൻ നമ്മുടെ ഡോമ. ഈ പറയുന്ന കാര്യം കേട്ടതും ഷിനോബിന് ചില കാര്യങ്ങൾ ഫ്ലാഷ് ആവുകയാണ്. കാരണം കാനെ മരിക്കുന്നതിന് മുന്നേ തന്നെ ഈ ഡീമനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഒരു സ്കേരി ആയിട്ടുള്ള സ്മൈലും ആരെയും പേടിപ്പെടുത്തുന്ന ഒരു തരത്തിലുള്ള ചിരിയും ആരെയും പേടിയില്ലാതെ നടക്കുന്ന ഒരു ഡീമനാണ് ഈ ഡീമൻ എന്നും പറയുന്നുണ്ടായിരുന്നു. അപ്പോൾ തന്നെ അവിടെ ഒരു പെൺകുട്ടി എന്നെ രക്ഷിക്കൂ എന്ന് അവരോട് പറയുകയാണ്. ഇത് കേട്ടതും ഡോമ, ഞാനിവിടെ സംസാരിക്കുന്നത് നിനക്ക് കണ്ണ് കണ്ടുകൂടെ എന്ന് ചോദിക്കുകയാണ് ഡോമ. അപ്പോൾ തന്നെ ഷിനോബ് നേരെ അവളെ തൂക്കിയെടുത്തുകൊണ്ട് അവിടുന്ന് മാറുകയാണ്. അപ്പോൾ അവളോട് ചോദിക്കുകയാണ്, നീ ഓക്കെ അല്ലെന്ന് പറയാണ്. അപ്പോൾ തന്നെ അവളുടെ ബോഡി പീസ് പീസായിട്ട് തന്നെ മുറിഞ്ഞു പോവുകയാണ്. കാരണം ഓൾറെഡി തന്നെ ഡോമ അവളെ തീർത്ത് കളഞ്ഞിട്ടുണ്ടായിരുന്നു. ഇത് കേട്ടതും ഡോമ പറയാണ്, നീ അവളെ വിട്ടേക്ക്, അവൾ വെറും വേസ്റ്റ്, ഇനി നമുക്ക് കുറച്ച് സംസാരിക്കേണ്ടെന്ന് പറയാണ്. ഇതൊക്കെ കണ്ടതും കാനെ പറഞ്ഞ കാര്യങ്ങൾ കുറച്ചുകൂടി അവൾക്ക് മനസ്സിലാവുകയാണ്. കാരണം ആ ഡീമൻ്റെ കൈമേൽ ഒരു ഏൻഷ്യനായിട്ടുള്ള ഒരു ഫാൻ ഉണ്ടായിരുന്നു. അതായത് ഒരു വിഷറി. ആ വിഷറി, അതേപോലത്തെ ഒരു വിഷറി ആ ഡോമയുടെ കൈമേലുണ്ടായിരുന്നു. അങ്ങനെ ഡോമ ഫൈറ്റിനായിട്ട് റെഡി ആയിട്ട് നിൽക്കുകയാണ്. അത് ഡോമ തൻ്റെ വിഷറിയൊക്കെ ആക്ടിവേറ്റ് ചെയ്ത് നിൽക്കുകയാണ്. ഇതൊക്കെ കണ്ടിട്ട് ഷിനോബിന് കുറച്ച് കാര്യങ്ങളൊക്കെ മനസ്സിലാകുന്നുണ്ട്. കുറച്ച് കാര്യങ്ങളല്ല, കുറേ കാര്യങ്ങൾ മനസ്സിലാകുന്നുണ്ട്. കാരണം തൻ്റെ സിസ്റ്ററിനെ കൊന്ന അതേ ഡീമൻ ഈ ഡീമൻ തന്നെയാണ്. അതേ ഏൻഷ്യൻ ഫാനുള്ള, അതേ സ്കേരി സ്മൈലുള്ള ആ ഡീമൻ ഇവൻ തന്നെയാണെന്ന് മനസ്സിലാവുകയാണ്. നീ അവളുടെ കാര്യം ഓർത്ത് ടെൻഷൻ ആവണ്ട, അവളെ ഞാൻ രക്ഷിക്കുകയാണ് ചെയ്തത്. അവൾക്ക് ഒരു തരത്തിലുള്ള പെയിനും ഇനി ഉണ്ടാവില്ല. ഈ ലൈഫിലുള്ള പെയിനുകളൊക്കെ അവൾ മറന്നു പോയിരിക്കും. അവൾ എന്നിലൂടെ ജീവിക്കുമെന്ന് പറയണം ഡോമ. അങ്ങനെ ഇത് കേട്ടതും ഷിനോബിന് നല്ല രീതിയിൽ തന്നെ ദേഷ്യം കയറുകയാണ്. ദേഷ്യം കയറിയത് ഡോമ ചോദിക്കുകയാണ്, അതെ, നിനക്കെന്നോട് വല്ല വൈരാഗ്യമുണ്ടോ? നിനക്കെന്നോട് ദേഷ്യമുള്ളതുപോലെയാണ് എനിക്ക് തോന്നുന്നത്. അതെ, നമുക്ക് എന്തെങ്കിലും ഉണ്ടെങ്കിൽ പറഞ്ഞു തീർക്കാം, നീ വിഷമിക്കാതെ, നീ എന്നെയും കൂടെ വിഷമിപ്പിക്കാതെ എന്ന് പറയാണ്. നിനക്ക് നിനക്ക് ഈ ഡ്രസ്സ് ഓർമ്മയില്ലേ? നീ ഈ ഡ്രസ്സ് ഇതിന് മുന്നേ എവിടെയെങ്കിലും കണ്ടിട്ടില്ലേ? നീയാണ് എൻ്റെ സിസ്റ്ററിനെ കൊന്നത്. അവളെ കൊന്ന നിന്നെ കൊല്ലാതെ ഞാൻ വിടില്ല എന്ന് പറയാണ്. ഇത് കേട്ടതും അപ്പോഴാണ് നമ്മുടെ ഡോമയ്ക്കും കുറച്ച് കാര്യങ്ങൾ മനസ്സിലാകുന്നത്. ഓ, അപ്പോൾ ആ ഫ്ലവർ ബർത്തുള്ള ആ പെണ്ണാണോ നിന്റെ സിസ്റ്റർ? അയ്യോ, അവൾ നല്ലൊരു പെണ്ണായിരുന്നു. ഞാൻ അവളെ തിന്നണമെന്ന് വിചാരിച്ചിരിക്കുകയായിരുന്നു. പക്ഷേ പെട്ടെന്നാണ് സൂര്യൻ ഉദിച്ചത്. അതുകൊണ്ട് തന്നെ എനിക്ക് അവളെ തിന്നാൻ പറ്റിയില്ലെന്ന് പറയാണ്. ഇത് കേട്ടതും ഷിനോബിന് ദേഷ്യം പിടിക്കുകയാണ്. നീ ഇത്രയും പറഞ്ഞ് ഞാൻ ക്ഷമിക്കും, ഇനി ഞാൻ ക്ഷമിക്കത്തില്ല എന്ന് പറഞ്ഞ് അവൾ ഓടി വന്നിട്ട് ഡോമയുടെ കണ്ണിനിട്ട് തന്നെ കുത്തി ഇറക്കുകയാണ് ആ സോഡ്. അതായത് അവൾ അവളുടെ ഇൻസെക്ട് ബ്രീത്തിങ് യൂസ് ചെയ്തിട്ട് ഡോമയുടെ കണ്ണിനിട്ട് കുത്തുകയാണ്. ഇത് കിട്ടിയതും ഡോമ തന്നെ ഷോക്കായി പോവുകയാണ്. ബ്രെത്ത് ഓഫ് ഇൻസെക്ട് ഡാൻസ് ഓഫ് ബ്രീത്തിങ് യൂസ് ചെയ്ത് അവൻ്റെ കണ്ണിൽ കൂടെ കുത്തിയെടുത്ത് തലയിൽ കൂടെ പുറത്ത് വരുത്തുകയാണ്. അത് നല്ലൊരു കുത്തായിരുന്നു, എനിക്ക് നന്നായി വേദനിച്ചിട്ടോ എന്ന് പറഞ്ഞ് തീരുന്നതിൻ്റെ മുന്നേ തന്നെ ബ്ലഡ് ഡീമൺ ആർട്ട് ലോട്ടസ് ഐസ് യൂസ് ചെയ്യാണ്. ആ ഒരു ഐസിൻ്റെ എഫക്റ്റ് ഷിനോബിന് താങ്ങാൻ പറ്റുന്നതിനേക്കാൾ അധികമായിരുന്നു. അപ്പോൾ ഡോമ പറയാണ്, നിനക്കറിയില്ലേ, നീ വളരെ ഫാസ്റ്റാണ്, പക്ഷേ ഒരു കുത്തുകൊണ്ടൊന്നും അപ്പർ റാങ്കിനെ തീർക്കാൻ പറ്റില്ല മോളെ. നിനക്കറിയില്ലേ, നീ എൻ്റെ കഴുത്തിനാണ് ഫോക്കസ് ചെയ്യേണ്ടതെന്ന് പറയാണ്. ഇത് കേട്ടതും ഷിനോബു പറയാണ്, അതെ, എനിക്ക് നന്നായിട്ട് അറിയാം, പക്ഷേ അവർ എന്താണെന്ന് ശരിക്കും നിനക്കറിയില്ല എന്ന് പറഞ്ഞ് സോഡ് എടുത്ത് വെക്കുകയാണ്. അപ്പോഴാണ് മനസ്സിലാകുന്നത് ആ സോഡിൽ പോയിസൺ ഉണ്ടായിരുന്നു. അപ്പോൾ തന്നെ ഡോമയ്ക്ക് ആ പോയിസൺ ആക്റ്റീവ് ആവുകയാണ്. അതായത് ഡോമേൻ്റെ മുഖം വന്നതൊക്കെ നീല കളറായിട്ട് മാറാൻ തുടങ്ങുക. പക്ഷേ അവൾക്ക് നല്ല ഡൗട്ട് ഉണ്ടായിരുന്നു. കാരണം മുമ്പിൽ നിൽക്കുന്നത് അപ്പർ റാങ്ക് 2 ആണ്. അപ്പർ റാങ്ക് 2നെ തീർക്കണമെങ്കിൽ തൻ്റെ ഈ പോയിസൺ മതിയാകും എന്ന് ആലോചിക്കുകയാണ്. സാധാരണ ഈ പോയിസനെ കൊണ്ട് ഈ ഡീമനെ ഒന്നും ചെയ്യാൻ പറ്റില്ല എന്ന് ഷിനോബിന് നല്ല അറിവുണ്ടായിരുന്നു. അപ്പോൾ തന്നെ നമ്മുടെ ഡോമ ഛർദ്ദിക്കുകയാണ് ചോര. തീരെ വയ്യാത്തതുപോലെ അവിടെ ഇരിക്കുകയാണ്. അയ്യോ മോളെ, നിൻ്റെ ഈ പോയിസൺ എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു, പക്ഷേ ഇത് എന്നെ ഒന്നും തന്നെ ചെയ്യില്ല എന്ന് പറയാണ്. അതായത് ഷിനോബ് പേടിച്ച പോലെ തന്നെ നടക്കുകയാണ്. ഇനി നിൻ്റെ അടുത്ത് വേറെ എന്തെങ്കിലും അറ്റാക്ക് ഉണ്ടോ? ഉണ്ടെങ്കിൽ എടുക്ക്, നമുക്ക് ഫൈറ്റ് ചെയ്തുകൊണ്ടിരിക്കുക എന്ന് പറയാണ്. അതായത് നമ്മുടെ ഷിനോബിൻ്റെ അറ്റാക്ക് ഡോമയ്ക്ക് തീരെ ഏറ്റിട്ടില്ല.
ഇത് കേട്ടത് ഷിനോബ് ആകെ ഷോക്കായി പോവാണ്. അതായത് ഷിനോബ് പേടിച്ച പോലെ തന്നെ നടക്കുകയാണ്. ഡോമ പറയാണ്, വാ നമുക്ക് കുറച്ച് നേരം കൂടെ ഫൈറ്റ് ചെയ്തിരിക്കാം, എനിക്ക് നിന്നെ തിന്നാൻ കൊതിയാകുന്നെന്ന് പറയാണ്. ഇനി ഈ പോയിസൺ അല്ല, എൻ്റെ വാള് നിന്നോട് സംസാരിക്കുന്നു പറയാണ്. അങ്ങനെ ഈ എപ്പിസോഡ് ഇവിടെ തീരുകയാണ്. ഇനി എന്തായിരിക്കും നടക്കാൻ പോകുന്നത്? ഇൻസെറ്റ് ഹാഷറായിട്ടുള്ള ഷിനോബും നമ്മുടെ അപ്പർ റാങ്ക് 2 ആയിട്ടുള്ള ഡോമയും തമ്മിലുള്ള ഒരു കിടിലൻ ഫൈറ്റാണ്. അതുവരെ ഒന്ന് വെയിറ്റ് ചെയ്യുക. നമുക്ക് മൂന്നാമത്തെ പാർട്ട് എത്രയും പെട്ടെന്ന് ചെയ്യാം. അതുവരെ ബൈ.